ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ധ്രിയതേരി ധർമ്മ ആണ്, ധരിക്കുന്നത് എന്നാണ് അർത്ഥം. ധരിക്കുന്നത് പറഞ്ഞാൽ ചേർത്ത് കോർത്ത് നിലനിർത്തുന്നത്. എന്തനുഷ്ഠിച്ചാലാണോ നമുക്കിവിടെ ശാശ്വതമായ നിലനിൽപ്പുണ്ടാവുക, അതിനെയാണ് ധർമ്മം എന്ന് പറയുക. അതൊരു മൂല്യമാണ്. ഇനി ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ധർമ്മിഷ്ഠരാണ്. നമുക്കാരും ധർമ്മം പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ജന്മനാ തന്നെ മനുഷ്യനെ അറിയാം. പക്ഷെ അത് കേൾക്കില്ല എന്നേ ഉള്ളൂ. അതാണ് സത്യം പറയണമെന്ന് എല്ലാവർക്കും നിശ്ചയല്ലേ? ഇല്ലേ ഇല്ലേ ഇല്ല. അപ്പം നമ്മളൊക്കെ കളവേ പറയുള്ളൂ, ആയിക്കോട്ടെ. എന്നാലും എന്നോടെല്ലാവരും എന്ത് പറയണം അല്ലേ? അതല്ലേ എൻ്റെ ഭാവം, നിങ്ങളൊക്കെ ഭാവം തന്നെയല്ലേ? ഞാൻ കളവേ പറയുള്ളൂ, പക്ഷെ എന്നോടെല്ലാവരും എന്ത് ചെയ്യണം? സത്യം പറയണം. ഏത് കാട്ടുകള്ളൻ്റെയും ഭാവം തന്നെയാണ്. അയാൾ കളവേ പറയുള്ളൂ, അയാളെല്ലാവരും പറ്റിക്കെങ്കിലും തന്നെ ആരും പറ്റിക്കരുത്, തന്നോടാരും കളവ് പറയും, തന്നോടെല്ലാവരും നേരാവണം എന്നുണ്ടല്ലോ. എന്താ കാരണം? ജാത്യ ധർമ്മിഷ്ഠന്മാരാണ് നമ്മളൊക്കെ. ഇതാണ്. അപ്പോൾ അതിനെതിര് ചെയ്യാണ്ട് നോക്കുക. അതാ വേണ്ടത്. അതിനെതിര് ചെയ്യാണ്ടിരുന്നാൽ തന്നെ വേണ്ടതുപോലെയായി. അതാണ് ധർമ്മം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരയണം. ഇതാണ് ധർമ്മത്തിൻ്റെ സാരം. ഞാൻ എൻ്റെ സുഖത്തിനായിട്ട് ചെയ്യണത് ബാക്കിയുള്ളവർക്ക് ഉപദ്രവമാവരുത്. ഞാൻ എൻ്റെ സുഖത്തിന് ചെയ്യണത് എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർക്ക് ഉപകാരമാവുമെങ്കിൽ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടെങ്കിൽ നിർത്തുക. അവരെ ഉപദ്രവിച്ചുകൊണ്ടൊരു സുഖം എനിക്ക് വേണ്ട. അതാണ്. ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത്. അതാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഇതന്നെ, തനിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യം വേറൊരാളോട് ചെയ്യാണ്ടിരിക്കുക. ഒരാൾ എന്നോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ അങ്ങനെയുള്ള വർത്തമാനം ഞാൻ മറ്റുള്ളവരോട് പറയാണ്ടിരിക്കുക. അയാൾ എന്നോട് ഈ കർമ്മം ചെയ്താൽ എനിക്ക് പ്രയാസമാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കർമ്മം മറ്റുള്ളവരോട് ചെയ്യാണ്ടിരിക്കുക. എത്ര എളുപ്പം. ഇതിനിപ്പോൾ കുറേ പുസ്തകം വായിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ധാരാളം കഥകളും പലതും പറഞ്ഞ് ഇങ്ങനെ വിസ്തരിക്കേണ്ടി വരുന്നത്.